രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് ഇത്ര താമസം എന്ന് പറയുന്നത്? കേരള പോലീസ് അത്ര മോശപ്പെട്ട പോലീസ് ഒന്നുമല്ല. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഈ നാടകം അവസാനിച്ചു. പിന്നെ എന്ത് തീരുമാനം കോൺഗ്രസ് എടുക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ടൊരു പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതോടുകൂടി ആ എപ്പിസോഡ് അവസാനിക്കും. അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM-ന്റെ ആവശ്യമാണ്, പിണറായി സർക്കാരിന്റെ ആവശ്യമാണെങ്കിൽ മാത്രമേ ഈ വിവാദത്തെ ഇങ്ങനെ കത്തിച്ചു നിർത്താൻ കഴിയുള്ളൂ. ഏതായാലും രാഹുൽ മാങ്കൂട്ടം വിവാദം പോലെയല്ല കേട്ടോ സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയുന്നത്. ആ വിവാദത്തിൽ അകത്തായിരിക്കുന്നതേ ചെറിയ മീനുകളല്ല, പത്മകുമാറും വാസുവുമാണ്. രണ്ടുപേരും പേരെടുത്ത CPM നേതാക്കളാണ്. അത് ചെറിയ പ്രതിസന്ധിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല ഒരു വലിയ വിവാദ വിഷയമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തങ്ങൾക്കെതിരാകുമെന്ന് ഉത്തമ ബോധ്യം CPM-ന് ഉണ്ട് താനും. ആ സമയത്താണ് ED ഇറങ്ങിയിട്ട് കിഫ്ബിയുടെ ഒരു നോട്ടീസ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ CPM-ന്റെ നേതാക്കൾ രംഗത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങളെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി പീഡിപ്പിക്കുകയാണ്. ആ മുതലക്കണ്ണീർ ഒഴുക്കാനുള്ള വഴി വെട്ടാൻ തയ്യാറായി ആദ്യം തന്നെ കോൺഗ്രസും വന്നു. പക്ഷേ ഇതിനകത്ത് അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ കളം വിട്ടു. എന്താ സംഭവിക്കുക? കേന്ദ്ര സർക്കാർ ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദങ്ങളെയൊക്കെ മാറ്റിവെച്ച്, ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിവാദം അടക്കം ഉള്ള കാര്യങ്ങളെ മാറ്റിവെച്ച് വീണ്ടും തങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കാമെന്ന് തന്നെയാണെന്നേ CPM പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നിഷ്കളങ്കനായ തോമസ് ഐസക് ആ രാഷ്ട്രീയം വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞുപോയി എന്നുള്ളതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? നോക്കൂ, ഈ കേരളത്തിന്റെ വികസനത്തിനെ മുരടിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്, അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത് UDF-ഉമാണ്. അങ്ങനെ ഒരു പ്രചരണായുധം ഞങ്ങൾക്ക് ഇതാ കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ അതുമായി രംഗപ്രവേശനം ചെയ്യാൻ പോവുകയാണെന്നാണ് തോമസ് ഐസക് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. എന്താണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇതെന്തുകൊണ്ട് വൈകുന്നു എന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഓരോ നോട്ടീസ് ഇങ്ങോട്ട് വരാറുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ED നോട്ടീസും വന്നിരിക്കുന്നത്. ഈ കടലാസ് എന്താ ഇത്രയും വൈകിയത് എന്നാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനൊരു കടലാസ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്യാം, കേന്ദ്ര സർക്കാർ ഞങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് മുതലക്കണ്ണീർ ഒഴുക്കാം. നോക്കൂ, ഇത് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സംസ്ഥാനത്ത് LDF-നെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ആയുധങ്ങൾ നിരന്തരം കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയായിട്ട് ED മാറിയിട്ടുണ്ട്. ED കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സർക്കാരിന് അനുകൂലമായിട്ടാണ് എന്നൊരു വിചിത്രമായ രാഷ്ട്രീയമുണ്ട്. അത് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, അത് കരിവന്നൂരിന്റെ കാര്യത്തിൽ കണ്ടതാണ്. ഇപ്പോൾ കിഫ്ബിയുടെ കാര്യത്തിൽ ഈ ED നോട്ടീസ് ഉണ്ടല്ലോ, ആ അരി ഉണ്ടല്ലോ, ആ അരി കേരളത്തിൽ ഒരിക്കൽ കൂടി ആ അരി വേവുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. യെസ്, ഉണ്ണി ബാലകൃഷ്ണൻ ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ കേരളത്തിന് മറ്റൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ ED-യുടെ നോട്ടീസ് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം വിവാദം പ്രതീക്ഷിച്ചത്ര ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാവില്ല എന്ന് കണ്ടപ്പോഴാണ് ED നോട്ടീസ് പുറത്തേക്ക് വരുന്നത്. കാരണം രാഹുൽ വിവാദം വല്ലാതെ അങ്ങ് കത്തിച്ചത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ ചർച്ചാ വിഷയമാകും, അതിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അങ്ങ് കത്തിച്ച് ഇങ്ങനെ പടർത്തിയത്. പക്ഷേ അത് ഉദ്ദേശിച്ച രീതിയിൽ അത് പ്രതിഫലനം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അത് ചർച്ചയാവില്ല എന്ന് കണ്ടപ്പോ രാഹുൽ മാങ്കൂട്ടം വിവാദം അത് സ്വാധീനിക്കുന്ന ഘടകമാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് കണ്ടപ്പോ അടുത്ത ആയുധം ഇറക്കി. ഞാൻ ഇന്നലെ ഈ കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഈ ED നോട്ടീസ് എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശാനുള്ള ഒരു തുടക്കം, ആദ്യ സ്റ്റെപ്പ് മാത്രമാണ്. നിങ്ങൾ അതിന്റെ തുടക്കം കണ്ടിട്ട് അല്ലെങ്കിൽ ആ കാൽവെപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് പിണറായി വിജയനെതിരാണെന്ന്. ഒരിക്കലുമല്ല, അങ്ങനെയല്ല. ഇത് പിണറായി വിജയനെതിരല്ല, ഇത് പിണറായി വിജയനെ വെള്ളപൂശാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നോട്ടീസ് കൊടുക്കുക, എന്നിട്ട് വലിയ ചർച്ചയാക്കുക. CPM-നെ വേട്ടയാടാൻ, പിണറായി വിജയനെ വേട്ടയാടാൻ, LDF സർക്കാരിനെ വേട്ടയാടാൻ ഇങ്ങനെ BJP വലിയ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ചർച്ച ഉണ്ടാക്കുക. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് കുരുക്കാകുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ചർച്ചകൾ ഇങ്ങനെ കത്തിപ്പടരുമ്പോ അടുത്ത റിപ്പോർട്ട് വരും. എന്താണ്? മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീട്ട്. അപ്പോ അത് വലിയ ആഘോഷിക്കുന്ന ഘട്ടത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ED നോട്ടീസ് കൊണ്ടുവന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം പ്രതീക്ഷിക്കുന്ന അത്ര അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം കണ്ടെത്തിയില്ല, കാണാൻ കഴിഞ്ഞില്ല, അതിനുള്ള ത്രാണിയില്ല, കഴിവില്ല എന്ന് കണ്ടപ്പോഴാണ് ED നോട്ടീസ് എന്ന രീതിയിൽ പുറത്തു വന്നത്. മനസ്സിലായില്ലേ? ഏതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് 2023 ED വിവേക് കിരണിന് നോട്ടീസ് അയച്ചതുപോലെ ആ നോട്ടീസ് ED പോലും പുറത്തു വിട്ടില്ല. ആ നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്കാണ് വന്നത്, ആ അഡ്രസ്സിലേക്കാണ് ആ നോട്ടീസ് വന്നത്. അതേക്കുറിച്ച് 2025 നമ്മുടെ മാധ്യമങ്ങൾ പോലും അറിയുന്നത്. നോട്ടീസ് അയച്ച ED പിന്നീട് അങ്ങോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല.
ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. മറന്നുപോയി ഇ ഡി ആ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ പറയുന്ന നോട്ടീസ് ഇ ഡി പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യണം, വെള്ളയടിച്ച് വെക്കണം, വെള്ള പൂശി നിർത്തണം. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ അങ്ങനെ വലിയ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം, റീബിൽഡ് ചെയ്യാൻ ഇ ഡി സഹായിക്കുന്നു. ഇ ഡി അതെങ്ങനെ, നിങ്ങൾ എങ്ങനെ ചോദിക്കും, അതെങ്ങനെ ഇ ഡി സഖാവ് പിണറായി വിജയനെ അതിന് സഹായിക്കുക എന്ന്? കാരണം ഇ ഡി RSSന്റെ സംഘ് പരിവാറിന്റെ, മോഡിയുടെ, അമിത്ഷായുടെ കൺട്രോളിലാണ്. പിന്നെ എങ്ങനെയാ സഖാവ് പിണറായി വിജയനെ ഇ ഡി സഹായിക്കുക എന്ന്? അതിന് നിങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്. സഖാവ് പിണറായി വിജയനല്ല, RSS ഏജന്റ് പിണറായി വിജയൻ എന്നതിനെ ഞാൻ തിരുത്തി പറയും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്നലെ നിങ്ങളൊന്ന് നോക്കൂ, ഇന്നലെ പുറത്തു വന്ന വാർത്ത നമ്മൾ ആരും കണ്ടില്ല, ചർച്ച ചെയ്തില്ല. എന്താണ് വാർത്ത? ഇന്നലെ കേന്ദ്ര മന്ത്രി PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരള മന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ കേരളം അതിൽ നിന്ന് പിൻവാങ്ങിയോ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല. എന്തുകൊണ്ടാ പിൻവാങ്ങിയിട്ടില്ല? CPIയുടെ കണ്ണിൽ പൊടിയിടാൻ, കേരളത്തിന്റെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിൽ ഞങ്ങൾ പിൻവാങ്ങും എന്നൊരു പ്രസ്താവന ഇറക്കിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പിൻവാങ്ങിയിട്ടില്ല. ഒപ്പിട്ടു എന്ന് സമ്മതിക്കുന്ന കേന്ദ്രമന്ത്രി എന്തുകൊണ്ട് പിൻവാങ്ങിയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നില്ല? മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയനല്ല ഇ ഡി സഹായിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സഹായിക്കുന്നത് സഖാവ് പിണറായി വിജയനെയല്ല, RSS ഏജന്റ് ആയിട്ടുള്ള പിണറായി വിജയനെയാണ് ഈ പറയുന്ന ഇ ഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. എന്താ ലക്ഷ്യം? അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് PM ശ്രീ. PM ശ്രീ ഈ കേരളത്തിൽ സംഘപരിവാറിന് അധികാരമില്ലാത്ത കേരളത്തിൽ അത് നടപ്പിലാക്കണമെങ്കിൽ പിണറായി വിജയൻ വേണം. പിണറായി വിജയൻ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. ആ കൂട്ടിക്കൊടുപ്പ് നടത്താൻ പിണറായി വിജയൻ മാത്രമേ തയ്യാറാകുള്ളൂ എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അറിയാം, സംഘപരിവാറിന് അറിയാം, RSSന് അറിയാം, അമിത്ഷായ്ക്ക് അറിയാം, മോഡിക്ക് അറിയാം, JP നദ്ദക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോ അതിനെന്താ വേണ്ടത്? അതിന് പിണറായി വിജയനെ അടുത്ത തവണയും അധികാരത്തിലെത്താൻ RSS സഹായിക്കണം, സംഘപരിവാർ സഹായിക്കണം. എന്നാൽ മാത്രമേ അധികാരമില്ലാത്ത RSSന് അധികാരമില്ലാത്ത, സംഘപരിവാറിന് അധികാരമില്ലാത്ത കേരളത്തില് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കണമെങ്കിൽ അവിടെ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാകണം. മന്ത്രിമാർ ആര് തന്നെ ആയിക്കോട്ടെ, വിഷയമില്ല, മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാവണം. കാരണം എന്താ? ഇപ്പൊ ശിവൻകുട്ടി അറിയാതെയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി, പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് പിണറായി വിജയനെ വെള്ളപൂശി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്, ആ ആവശ്യം എന്ന് പറയുന്നത് സഖാക്കളുടെ ആവശ്യമല്ല, RSSന്റെ ആവശ്യമാണ്, സംഘപരിവാറിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വളം വെച്ച് കൊടുക്കുകയാണ് ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ മാധ്യമങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ വലിയ മുഖ്യമന്ത്രിക്ക് കുരുക്ക് എന്നുള്ള രീതിയിൽ വലിയ വാർത്തകൾ ഉണ്ടാക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ പറയും മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീട്ട്, അതും ഇവർ കൊട്ടിഘോഷിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എവിടെ നിന്നാണ് ഈ ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നത്? ഇ ഡി നോട്ടീസ് വന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം ചീറ്റിപ്പോയി. രാഹുൽ മാങ്കൂട്ടം വിഷയം, വിവാദം വേണ്ടത്ര പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യം കാണാൻ അതിന് സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇ ഡി നോട്ടീസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. അപ്പോ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടം വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്ന് കണ്ടിടത്ത് ഇ ഡി നോട്ടീസ് ഇറക്കുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്താണ്? ഇ ഡി നൽകുന്ന ക്ലീൻ ചീറ്റാണ്. കാരണം ഇ ഡി ക്ലീൻ ചീട്ടുകൾ നൽകിക്കൊണ്ടേയിരിക്കും. കരുവന്നൂരില് സ്വർണം കടത്തിയതില്, മനസ്സിലായില്ലേ? ഖുർആന്റെ കൂടെ സ്വർണം കടത്തിയതിലടക്കം നിരവധി കേസുകൾ എല്ലാം ഇ ഡി ക്ലീൻ ചീറ്റാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ SFIO കേസിൽ അതിലും ക്ലീൻ ചീറ്റാണ്. എല്ലാത്തിലും ക്ലീൻ ചീറ്റ് ഇ ഡി നൽകിക്കൊണ്ടിരിക്കുക. കാരണം ഇ ഡിക്ക് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാവണം. RSSന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാവണം. സംഘപരിവാറിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, RSSനും സംഘപരിവാറിനും ഇ ഡിക്കും അന്വേഷണ ഏജൻസികൾക്കും അമിത്ഷാക്കും മോഡിക്കും എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാവണം.
ആ പിണറായി വിജയൻ സഖാവല്ല, RSSകാരന്റെ ഏജന്റാണ് എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. കാരണം ഈ നോട്ടീസുകളൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ അയക്കുന്നതിന് ഒന്ന് മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ, രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു ഭീഷണിപ്പെടുത്തലാണ്. ഇടി ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്, അത് മറക്കണ്ട എന്നുള്ള ഒരു ഭീഷണി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഭീഷണിയാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ED നോട്ടീസുകളിലൂടെ. എന്ന് പറഞ്ഞാൽ ഒരു തല്ലും ഒരു തലോടലും രണ്ടും ഒരുമിച്ചാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു തല്ല് കിട്ടിയപ്പോ തലോടലായിട്ട് ED നോട്ടീസ് വന്നു. അതാണ് ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ED നോട്ടീസിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്.